ഡി സുരേഷ് കുമാർ ഇതിലെ രാഷ്ട്രീയ ചോദ്യത്തോടെ ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ നിയോഗിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവരാണിപ്പോൾ അകത്ത് കിടക്കുന്നത്. ഇന്ന് വന്ന വാർത്ത അതിനുശേഷം വന്ന ദേവസ്വം ബോർഡിലേക്ക് അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിലേക്ക് അന്വേഷണം നീളുകയാണ് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്ത വിവരം ഈ ചർച്ചയിൽ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. അപ്പോ തന്ത്രി അടക്കമുള്ളവർ ആ കാലത്ത് ദേവസ്വം ബോർഡ് അകത്താണ്. ഇനി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പഴയ ദേവസ്വം ബോർഡിന് മുകളിൽ ഉണ്ടായിരുന്ന മന്ത്രി. സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണല്ലോ അന്വേഷണം പുരോഗമിക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായും ഇവിടെ അഭിലാഷ് ഉന്നയിച്ച ചില കാര്യങ്ങളും അതുപോലെ തന്നെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിച്ച ചില കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് എടുത്തുകൊണ്ട് അതിന് മറുപടി പറയാം. അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് പരാമർശിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത് അമ്പലം വിഴുങ്ങികൾ എന്നാണ്. ഈ അമ്പലം വിഴുങ്ങികൾ എന്ന വാക്ക് അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും തിരിഞ്ഞു കൊത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ക്രിമിനൽ കോൺസ്പിറസിയോടുകൂടി ഗൂഢാലോചന ചെയ്ത് കൂട്ടുത്തരവാദിത്തത്തോടുകൂടി നടത്തിയിട്ടുള്ള അഴിമതി എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മിനിസ്റ്ററുടെ പേരൊന്നും പറയുന്നില്ല. പേര് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ആവർത്തിച്ച് ചോദിച്ചാൽ പേര് പറയാൻ ഞാൻ സന്നദ്ധനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ അഴിമതിയെ പതുക്കെ മറച്ചു വച്ചിട്ട് ഇവിടെ ആകെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അഭിലാഷ് ചോദിച്ചു, കേരളത്തിലെ ഈ ഇടതുപക്ഷം നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡിൻ്റെ ആ ദേവസ്വം ബോർഡിൻ്റെ കാലത്തുള്ള അഴിമതിയെ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് നടന്ന ഈ സ്വർണ്ണത്തിലെ തിരിമറിയെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ഞാൻ എൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആ അന്വേഷണത്തെ സംബന്ധിച്ച് കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അവർക്കതിലുള്ള റോള് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് സുവ്യക്തമായി സുചിന്തിതമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ വേണ്ടി പോവുകയാണ്. അന്വേഷണം അതിൻ്റെ പാതി വഴി നിൽക്കുകയാണ്. അപ്പോഴാണ് അന്വേഷണം വാജി വാഹനത്തിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്നത്. ഈ അന്വേഷണം പോകുമ്പോൾ ഇവർ ആശങ്കപ്പെടുകയാണ്, ഭയപ്പെടുകയാണ്, പല രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ തന്നെ അഡ്വാൻസ് ജാമ്യം എടുത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ ഇതിനകത്തെ ആൻറ്റിക് വാല്യൂവും അതുമായി ബന്ധപ്പെട്ട മോഷണ പരമ്പരയും അതെവിടേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ കേരളത്തിലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം എണ്ണി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജൻപത് 10ലേക്ക് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗോവർദ്ധൻ ആരാണ്? ഈ സ്വർണം വാങ്ങിയ ആളാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആരാണ്? ഈ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം സ്വർണം അവിടെ നിന്നും തട്ടിയെടുത്തയാളാണ്. ഈ 2 ആളുകളെയും കൂട്ടി അന്നത്തെ പത്തനംതിട്ട MP ആയിട്ടുള്ള ശ്രീ ആൻറ്റോ ആൻ്റണിയും ശബരിമല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആയിട്ടുള്ള ശ്രീ അടൂർ പ്രകാശും എന്തിന് UPAയുടെ ചെയർപേഴ്സണായിട്ടുള്ള സോണിയാഗാന്ധിയെ കാണാനും അവിടെ ഒരു സന്ദർശനവും ഒപ്പിച്ചെടുത്തു എന്നതിനെ സംബന്ധിച്ച് ഇന്നതുവരെ വ്യക്തമായി മറുപടി പറയാൻ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? വിരൽ ചൂണ്ടുമ്പോൾ അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സോണിയാഗാന്ധിയാണ്. അല്ല, സോണിയാഗാന്ധിയുടെ ഈ കാര്യം ചോദ്യം ചെയ്യണ്ടേ? അടൂർ പ്രകാശിനെയോ ആന്റോ ആന്റണിയെയോ SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തോ? അറസ്റ്റ് നിൽക്കട്ടെ, ചോദ്യമെങ്കിലും ചെയ്തോ? അല്ലല്ല, അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും ഹൈക്കോടതിയുടെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെയും വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. അതിൻ്റെ മുറയ്ക്ക് ആ പ്രോസസ്സ് പ്രകാരം നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിങ്ങൾ പത്മകുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണെങ്കിൽ അപ്പുറത്ത് ഈ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടാനും അല്ലെങ്കിൽ വളയിടിക്കാനും ചരട് കെട്ടാനുമൊക്കെ നിങ്ങൾ സന്നദ്ധമാക്കി കൊണ്ടുപോയ ആള് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ത് എന്നതിനെ സംബന്ധിച്ച് സാമാന്യം പൊതുജനങ്ങളോടെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ ഈ ആനയിച്ചു കൊണ്ടുപോയ കോൺഗ്രസ് നേതാക്കന്മാർക്കില്ലേ? അതെന്തേ നിങ്ങൾ പറയാത്തത്? അത് ചോദിക്കുമ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമീപനം നിങ്ങൾ അവസാനിപ്പിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ കുറെ കാലമായി സെക്രട്ടറി ഒന്ന് ചോദിച്ചു പഠിക്കൂ. അല്ലല്ല, ഇതാരാ പറയുന്നത്? സഹാബ് ടേക്ക് എന്താണ് അതിൽ? അത് വസന്ത്, അങ്ങേക്ക് അറിയില്ലേ ഇത്? അല്ലല്ല, ഞാൻ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരം പല്ലവിയാണ് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും അത് കേട്ടുവരിക്കുന്ന നമ്മളുടെ വിശാല മനസ്കതയെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം നിങ്ങൾക്ക് പലപ്പോഴും കുറച്ചു കാലമായി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള
സ്ഥാനത്തും ഈ വി ഡി സതീശൻ കടകംപള്ളിക്കകത്ത് ആക്ഷേപകരമായിട്ടുള്ള കാര്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്നു. ഒരു തെളിവ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അങ്ങേയറ്റം കോമിക് ക്യാരക്ടറായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിസ്മയം പടർത്താൻ വേണ്ടി നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടോ? നിങ്ങൾ വിസ്മയം പടർത്താൻ വേണ്ടി നടക്കുമ്പോഴേ ബീഹാറിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 6 MLA-മാർ BJP പാളയത്തിൽ പോയി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. നിങ്ങൾ ഇവിടെ വന്നു നിന്ന് എന്തെങ്കിലും വിടുവായത്തം പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പോയി അതൊക്കെ ഒന്ന് നേരെയാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരാൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ ആ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിർത്തി പറയുകയും മറ്റൊരാളുടെ അവസരത്തിൽ കയറി ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്ന പതിവ് രീതിയുണ്ടല്ലോ, അത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന നാട്ടിൻപുറം വാചകത്തെ അനർത്ഥമാക്കുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളിത് അവസാനിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് പ്രസക്തമായ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. സ്വർണം കട്ടവനെന്ന് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന റിമാൻഡ് റിപ്പോർട്ടിലുള്ള ആളും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സ്വർണം വാങ്ങിയ ആൾ ജുവലറിയുടെ ഉടമ ശ്രീ ഗോവർദ്ധനും എന്തുകൊണ്ട് അന്നത്തെ പത്തനംതിട്ട MP-യുടെയും അതുപോലെ തന്നെ കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയെ എന്തിനു പോയി കണ്ടു, എന്ത് ഗൂഢാലോചനയാണ് അവിടെ നടത്തിയത്, എന്താണ് അതിന് തക്ക വിധം? അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഒരു കോൺസ്പിറസി അവിടെ ഇല്ല എങ്കിൽ അത് നിങ്ങൾ കൃത്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ആർജവം കാണിക്കട്ടെ. അതിന് പകരം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയാണോ ചെയ്യേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? അതല്ലല്ലോ ചെയ്യേണ്ടത്. പിന്നെ കടകംപള്ളിയെ കുറിച്ചുകൂടെ പറഞ്ഞു. കടകംപള്ളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ കടകംപള്ളി തന്നെ നേരിട്ട് വന്ന് നവമാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ സാക്ഷി നിർത്തി പറഞ്ഞു, എനിക്കെതിരായി ഒരു കീറ പേപ്പറിന്റെ വില പോലുമുള്ള തുണ്ട് ഹാജരാക്കാൻ കഴിയാത്ത, തെളിവ് ഹാജരാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് കേരളത്തിൽ ഇതിരുന്ന് സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായ പ്രകടനം ഒരു കോമിക് ക്യാരക്ടറായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബഹുമാന്യനായ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം മറ്റൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ അന്വേഷണം നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അത് രാഷ്ട്രീയമായി നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിലുള്ള പ്രശ്നം, അന്വേഷണം സുതാര്യമായി നടക്കട്ടെ. ആരാണ് ഇതിനകത്ത് ഈ കോൺസ്പിറസിയിൽ അംഗമായി ജോയിന്റ് ലയബിലിറ്റി ഉള്ള ആളുകൾ മുഴുവൻ പേരും പുറത്തു വരട്ടെ. അല്ലാതെ വാജി വാഹനം കൊണ്ടുപോകുമ്പോൾ അത് അവർക്ക് അർഹതപ്പെട്ടതാണെന്ന തൊടുന്യായ മുടന്തൻ ന്യായമല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ പറയേണ്ടത് അതെല്ലാം പൊതുസ്വത്താണ്. അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ അതിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി അത് തെറ്റായ വിധത്തിലാണ് ചില ആളുകൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന് ആർജവത്തോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി പറയാൻ സാധിക്കണം. അതാണ് ചെയ്യേണ്ടത്.